ഫെബ്രുവരി ഫസ്റ്റ് ആഴ്ചയിൽ മക്കളുടെ കല്യാണങ്ങൾ ആലോചിക്കുമ്പോ, വീട്ടിലെ വിശേഷങ്ങൾ, പുരതാമസം അതൊക്കെ ആലോചിക്കുമ്പോ ഫെബ്രുവരി ആദ്യത്തെ ഒരാഴ്ച അങ്ങോട്ട് ഒഴിവാക്കിയിടണം. പെമ്മക്കളൊക്കെ ആലോചിച്ചോളി. കാരണം എന്താ, എല്ലാ ഉസ്താദുമാറും ഞാനടക്കം അനീഫൈസിയൊക്കെ എന്നെ എത്ര പ്രാവശ്യം പ്രസംഗത്തിന് വിളിച്ചെന്നറിയാം. ഫെബ്രുവരി 1 തരുമോ, 2 തരുമോ, 4 തരുമോ എന്നൊക്കെ പറഞ്ഞു. സമ്മേളനം നടക്കുന്നത് കൊണ്ട് എല്ലാ പരിപാടികളും ആ സമയത്തെ മുഴുവൻ പരിപാടി, ആഴ്ചയിലെ തന്നെ മൊത്തം പരിപാടി ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? വെറുതെ സന്തോഷിക്കാൻ, വെറുതെ ഇരുന്ന് സന്തോഷിക്കാൻ. ഒരു ജോലി ഉണ്ടാവൂല ചിലപ്പോ. സമ്മേളന നഗരിയിൽ ഒരു കസേരയിട്ട് ഇങ്ങനെ ഇരിക്കാലോ, കണ്ടൂടെ? മഹാന്മാരെ കണ്ണീര് വളമാക്കി മാറ്റിയ സമസ്തയുടെ ആഘോഷം കാണാൻ വെറുതെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ അവസാനത്തെ ആളായിട്ടിരിക്കാലോ, ഫ്രീ ആയിട്ട്. അതുകൊണ്ട് അന്ന് കുടുംബത്തിൽ കല്യാണം ഉണ്ടാക്കരുത്, അന്ന് കുടുംബത്തിൽ പുരതാമസം ഉണ്ടാക്കരുത്, അന്ന് കുടുംബത്തിലെ മറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സന്തോഷ വിശേഷങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുണ്ടാക്കിയാല് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. അവർ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് വരില്ല. അപ്പൊ കാസർഗോഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാസർഗോഡ് ജില്ലക്കാരൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ ജില്ല മുഴുവനും നിറഞ്ഞു കവിയുമ്പോ അവിടെ അതിന്റെ ഇടയിൽ ഒരു കല്യാണം, ഒരു പുരതാമസത്തിനൊന്നും ആരും ഒരു വില കൊടുക്കൂല, അതിന് ആളുണ്ടാവൂല. അത് നടത്തിയിട്ട് പിന്നെ അള്ളാഹു എന്റെ എളാപ്പാന്റെ മോൻ വന്നില്ല, മൂത്താപ്പാന്റെ മോൻ വന്നില്ല, എന്റെ ഇക്ക വന്നില്ല, എന്റെ അനുജൻ വന്നില്ല എന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല.